വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു മനുഷ്യത്വ പൂർണ്ണമായിട്ടുള്ള സമീപനമല്ല സ്വീകരിക്കുന്നത്. കമ്പനികളെ സഹായിക്കാനുള്ള നിലപാടാണ് ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ കാണുന്നത്. അതായത് ഇതെല്ലാം ഈ യുദ്ധത്തിൻ്റെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വരെ അവരെങ്ങനെയും പിടിച്ചു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നൊന്നായി ജീവിതഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ്. രാജ്യത്ത് പാചകവാതക വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. നമുക്കൊപ്പം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ഒറ്റ അടിക്ക് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് 993 രൂപയാണ്. ഈ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ മറവിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാൻ ഇടയാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ജനജീവിതം വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലെത്താൻ പോവുകയാണ്. വലിയ തുകയുടെ വർധനവാണ്. 997 രൂപയുടെ 93 രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് പാചകവാതകത്തിനുണ്ടാകുമ്പോൾ അത് സമസ്ത മേഖലയും ബാധിക്കും. തൊട്ടു പുറകെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പ്രതീക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുക എന്നുള്ള അത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഇത്തരം നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് പുനഃപരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്യാസിൻ്റെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ ഹോട്ടൽ ജീവനക്കാരാണ് ഏറ്റവും അധികം ബാധിച്ചത്. ഇപ്പോൾ ഈ മൂന്നാമത്തെ തവണയായപ്പോൾ 3000-ലധികം രൂപയായി. അപ്പോൾ തിരുവനന്തപുരമായാലും കൊച്ചിയായാലും കോഴിക്കോടായാലും ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും ഇതേ വില തന്നെയാണ്. ഇത് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ധാരാളം ആശ്രയിച്ച് നിൽക്കുന്നത് ഈ ഹോട്ടൽ മേഖലയാണ്. ഇത് വലിയ രീതിയിലേക്ക് ബാധിക്കുകയില്ലേ? ഇപ്പോൾ അല്ല, ജനജീവിതത്തെ പൂർണ്ണമായും ബാധിക്കുകയാണ്. സമസ്ത മേഖലകളിലും. നമുക്ക് ഹോട്ടൽ നടത്തുന്നവരെ മാത്രമല്ല, ഉപഭോക്താക്കളുടെ സ്ഥിതി എന്താ? സാധാരണ ജീവിതം നയിച്ചു പോകുന്ന വരുമാനത്തിനനുസരിച്ച് അവരുടെ ജീവിതം നടത്തിപ്പോകുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പ്രത്യേകിച്ചും പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അതെല്ലാം വളരെ വലിയ ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ. ഇതുപോലുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു മനുഷ്യത്വ പൂർണ്ണമായിട്ടുള്ള സമീപനമല്ല സ്വീകരിക്കുന്നത്. കമ്പനികളെ സഹായിക്കാനുള്ള നിലപാടാണ് ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ കാണുന്നത്. അത് പുനഃപരിശോധിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ സമാനതകളില്ലാത്തതാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ കുത്തക മുതലാളികൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സഹായിക്കാനുള്ളൊരു നിലപാട് അതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ അത് ഏത് തരത്തിലേക്കായിരിക്കും ഇനി ബാധിക്കുക? കാരണം ഇനി വർദ്ധിച്ച വില ഇനി കുറയാൻ സാധ്യതയില്ലല്ലോ. അല്ല, കുറയ്ക്കുക മാർഗം സബ്സിഡി കൊടുത്തുകൊണ്ടാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കണം. കമ്പനികളുമായി സംസാരിക്കണം. അവരുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനനുസരിച്ച് ഗവൺമെൻറ് സബ്സിഡി താൽക്കാലികമായി കൊടുത്തുകൊണ്ട് ഇത്തരം ഘട്ടത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ട, സഹായിക്കേണ്ട നിലപാടിലാണ് ഗവൺമെൻറ് ഊന്നൽ കൊടുക്കേണ്ടത്. നിലവിൽ ഈ ഗാർഹിക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കാത്തത് വലിയൊരു ആശ്വാസമായിട്ടാണ് കാണുന്നത്. പൊതുവിൽ ഇപ്പോൾ ഇന്ന് തൊട്ട് ഇപ്പോൾ ഈ പുതിയൊരു ഇതുകൂടി പരിഷ്കാരം കൂടി വന്നിരിക്കുകയാണ്. ഈ സിറ്റി നഗരപ്രദേശങ്ങളടക്കമുള്ളവർക്കും ഈ 25 ദിവസം എന്ന് പറയുന്ന മാനദണ്ഡം കൂടി വന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇതെല്ലാം ഈ യുദ്ധത്തിൻ്റെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വരെ അവരെങ്ങനെയും പിടിച്ചു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നൊന്നായി ജീവിതഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ്. ജനജീവിതത്തിന് ഭാരമേൽപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾ ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. അത് പുനഃപരിശോധിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമേറിയ പ്രശ്നങ്ങളാണിതെല്ലാം. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണമെന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മിനിസ്റ്റർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ഈ സപ്ലൈകോ ചില പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ നമുക്ക് കൗതുകം ജനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റികളെ വെച്ചിട്ട് ഇപ്പോൾ സിനിമാ താരങ്ങളെയൊക്കെ വെച്ച് ചില പരസ്യങ്ങൾ വന്നു. ഇപ്പോൾ ഈ അടുത്തിടെ വന്നത് ഈ നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിനെ ഉൾപ്പെടുത്തിയൊരു പരസ്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ തരത്തിലുള്ള ചില ചർച്ചകൾ വരുന്നുണ്ട്. അത് മീര ജാസ്മിനും ദിലീപും അഭിനയിച്ചൊരു സിനിമയോടുള്ള ഡയലോഗ് വെച്ചിട്ടാണ് പരസ്യം വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി പ്രതിയെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ കൊടുത്തൊരു ഘട്ടം കൂടിയാണ്. മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നറിയാം. ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും ഇത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിപ്പിക്കാൻ ഇടപെടാമെന്നാണ് പറയാനുള്ളത്. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റിസൾട്ടിനെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പൊതുവിൽ ഇടതുപക്ഷം അധികാരത്തിൽ തുടരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ സമാനതകളില്ലാതെ എല്ലാ ഫലങ്ങളും വന്നപ്പോൾ UDFനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അവസാന ഘട്ടമായപ്പോൾ. എക്സിറ്റ് പോൾ മാത്രമല്ല, കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തെ മാധ്യമങ്ങളിലൂടെയുള്ള കോർപ്പറേറ്റുകളുടെ
പരിശ്രമമാണ് എക്സിറ്റ് പോളായി പുറത്തു വരുന്നത്. എക്സിറ്റ് പോളായി ഇപ്പം പുറത്തു വരുന്നതിന് മുമ്പുള്ള നിലപാടെന്താ? എങ്ങനെയും ഇടതുപക്ഷത്തെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ കഴിയുമോ അതിനനുസരിച്ചുള്ള പെയ്ഡ് വാർത്തകളടക്കം സൃഷ്ടിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു. സമ്പന്ന വർഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കേരളം മുന്നോട്ട് പോകണമെന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അതിന് UDF ആണ് അവർക്ക് പറ്റിയ കൂട്ടുകാർ. അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഇടതുപക്ഷം തൊഴിലാളികളെയും സാധാരണക്കാരെയും കൃഷിക്കാരെയും പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അവർക്ക് അവരുടെ ജീവിത ദുരിതങ്ങൾ അകറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കുമാണ് ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വരാൻ ഒരിക്കലും പാടില്ല എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമാണ് ഈ എക്സിറ്റ് പോളാണെങ്കിലും ഇത്തരം പ്രചരണ മനസ്സിനെ സാധാരണ ജനതയുടെ മനസ്സിനെ എത്രത്തോളം നിമിഷം സർക്കാർ വിരുദ്ധതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു അവസാനത്തെ ഒരു പ്രയോഗമാണ് എക്സിറ്റ് പോൾ. പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു സാധനമാണ് ഈ ഒരു രാജ്യത്തെ തന്നെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അല്ലെങ്കിൽ പിണറായി സർക്കാർ എന്ന് പറയുന്നത്. അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു എന്ന പല ആവർത്തി പ്രതിപക്ഷ നേതാവും UDF അടക്കമുള്ളവർ പങ്കുവച്ചതാണ്. ഇപ്പോൾ ഈ ഫലങ്ങൾ വരുമ്പോഴും ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. അവർ രാഷ്ട്രീയമായിട്ട് അജ്ഞത കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണിതെല്ലാം. കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയ ആളുകളാണവർ. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ എന്ന ചിന്ത ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിലല്ലേ. സോവിയറ്റ് യൂണിയൻ ശക്തമായി നിലനിന്നിരുന്നുവെങ്കിൽ അമേരിക്കയുടെ മുതലാളിത്തത്തിൻ്റെ കടന്നുകയറ്റം ഇത്ര കണ്ടുണ്ടാകില്ലായിരുന്നു. അതുപോലെ രാജ്യത്തെ സാധാരണക്കാരെയും കൃഷിക്കാരെയും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ഒരു ബദൽ നയം ഉയർത്തുന്നത് എപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ്. ആ ഗവൺമെൻറ്റുകളെ കൂടെ തകർത്തു കഴിഞ്ഞാൽ സമ്പന്നരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റാൻ കഴിയുമെന്നുള്ള അവരുടെ പ്രതീക്ഷയാണ്. അവസാന ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഈ വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് കത്ത് എന്തെങ്കിലും അയക്കുന്നുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അതിനുള്ള പെരുമാറ്റച്ചട്ടവും ഇതിനിടയിൽ നമ്മൾ അങ്ങനൊരു എക്സർസൈസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതിൻ്റെ ഒരു വികാരം പ്രകടിപ്പിക്കുക മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട്. തീർച്ചയായിട്ടും എന്തായാലും ഹോട്ടൽ ജീവനക്കാരെയും സമസ്ത മേഖലകൾക്കും വലിയൊരു കനത്ത തിരിച്ചടിയാണ് പാചകവാതക വില രാജ്യത്ത് ഇപ്പോൾ കുത്തനെ കൂട്ടിയതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രി GR അനിൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.